ഹായ് എവരിവൺ. നമസ്കാരം. നമ്മളിപ്പോൾ ഹിസ്റ്ററി മ്യൂസിയം ലണ്ടനിലാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ഒത്തിരി കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ റീലായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വേഗം ഒന്ന് വീഡിയോ എടുക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളുടെ ഒരു ദിവസം പോലും മണി ചലഞ്ച് മിസ് ചെയ്യാൻ പാടില്ല. ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ചെറിയ സമയം എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് എല്ലാവർക്കും നല്ല റിച്ച് ആവണം, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. എപ്പോഴെങ്കിലും ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവില്ല. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഒരു ചിന്തയിൽ അതെനിക്ക് എങ്ങനെ കിട്ടും, അതിനെനിക്ക് വല്ല യോഗ്യതയുണ്ടോ, അതിലേക്ക് എനിക്ക് എത്താൻ പറ്റുമോ. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു 11ാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു അബണ്ടൻറ്റ് വേർഷനെ നമ്മളൊന്ന് ഫീൽ ചെയ്യാൻ പോകുന്നു, ആക്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ അങ്ങനെ അടുത്ത 48 hours ജീവിക്കാൻ പോവാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തും സ്റ്റാർട്ട് ചെയ്യണത് എവിടെയാണ്? മൈൻഡിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുമ്പോഴാണ് വിചാരങ്ങളാണ് വാക്കുകളാവുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളാവുന്നത്, പ്രവൃത്തികളാണ് പെരുമാറ്റമാവുന്നത്, പെരുമാറ്റമാണ് സ്വഭാവമാവുന്നത്. ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒരു അബണ്ടൻസ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്ന് തന്നെ ആ ഒരു അബണ്ടൻറ്റ് ലൈഫ്, ആ റിച്ച്നെസ് നമ്മൾ ഫീൽ ചെയ്യണം, ആക്ട് ചെയ്യണം. നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾക്ക് ആ ഒരു പണക്കാരനായാൽ, ആ ഒരു എൻറ്റയർ നമ്മുടെ ഒരു ലക്ഷ്യൂറിയസ് ആയിട്ട് ലൈഫ് നമ്മൾ എന്തൊക്കെ ചെയ്യും, ആ ഒരു പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക, അത് നമ്മൾക്ക് ഇന്ന് 21 കാര്യങ്ങൾ എഴുതണം. അതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. 21 കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളെ 21 ക്വാളിറ്റീസ് ഓഫ് ആൻ അബണ്ടൻറ്റ് റിച്ച്. നിങ്ങൾ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു പണം കൊടുക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം ബ്ലെസ് ചെയ്തിട്ടാണ് ആ പണം കൊടുക്കുന്നത്. താങ്ക് യു പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു കാശ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്കൊരു 2 കോടി രൂപ കിട്ടി. അപ്പം നിങ്ങൾ താമസിക്കുന്നൊരു വീട്, നിങ്ങൾ ഓടിക്കുന്ന വണ്ടി, നിങ്ങളുടെ ഒരു മാസ വരുമാനത്തിലേക്ക് ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അസറ്റ് ബിൽഡ് ചെയ്യണത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ് ആവാം. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ, അത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യണതാവാം, അപ്പോൾ എന്ത് നല്ല ഡ്രസ്സ് ഇടണതാവാം, ആഭരണങ്ങൾ മേടിക്കണതാവാം. ദ വേ യു ആക്ട്, ദ വേ യു സ്പീക്ക്. നമ്മൾ ഒരു റിച്ച് ആൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ പെരുമാറാനാണ് നമ്മളിന്ന് വർക്ക് ചെയ്യേണ്ടത്. കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 ദിവസം നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഇമോഷൻസ്, ദെൻ വി ഫോക്കസ് ഓൺ അവർ ബിലീഫ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ നിങ്ങളൊരു എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ 10 ദിവസമൊക്കെ ചെയ്തപ്പോൾ തന്നെ പല ആൾക്കാരുടെയും ഒരു കോൺഷ്യസ്നെസ് ഉയർന്നിട്ടുണ്ടാവും. അവരുടെ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അവയർനെസ് കിട്ടിയതുകൊണ്ട് ഇറ്റ് വിൽ ബി വെരി ഈസിയർ. നിങ്ങൾക്കപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ മനസ്സിലാകും, ഓക്കെ ഈ മുമ്പ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തീരുമാനം എടുക്കണേ, ബട്ട് നൗ ഐ ടേക്ക് എ മച്ച് മോർ വൈസർ ഡിസിഷൻ. ആ ഒരു ക്യാഷ് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഒരു ലോങ് ടേം പ്രോസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അതെ. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് ഭയങ്കര സിമ്പിളാണ്. 21 ക്വാളിറ്റീസ് നിങ്ങളുടെ ഒരു അബണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള നിങ്ങൾ എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ആ പേപ്പറിലേക്ക് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ ചെയ്ത ശേഷം താഴെ നിങ്ങൾ എഴുതുക ഐ ആം അബണ്ടൻറ്റ്. കാര്യം ഓരോ ദിവസവും നമ്മളുടെ ഏറ്റവും അബണ്ടൻറ്റ് സെൽഫിലേക്ക് നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. കാര്യം പ്രപഞ്ചത്തിൽ ഈ അബണ്ടൻസ് എന്നും ഉണ്ട്, പക്ഷെ നമ്മളത് അട്രാക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ എന്നും ലിമിറ്റഡ് ആണ്, അവസരങ്ങൾ എൻ്റെ ലൈഫിലില്ല, നല്ല ആളുകളില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആദ്യം മാറ്റുക ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളിലേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വരിക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ലൈവായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്നുള്ളൊരു ക്ലാസ് ജൂൺ 1st വീക്ക് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് 9961005116 മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ ചാലഞ്ചിൻ്റെ ഭാഗമാണെങ്കിൽ 50% ഓഫിന് കുറച്ച് ഫോളോവേഴ്സിനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വന്നിട്ട് 1 month പ്രോഗ്രാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ ലൈവായിട്ട് ഷീജ മാമും ഞാനായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ലൈവ് ഡൗട്ടൊക്കെ ക്ലിയറിഫൈ ചെയ്യാൻ എല്ലാം നിങ്ങൾക്ക് ഒരു ബിഗിനറായിട്ട് നിൽക്കുന്ന ഏതൊരാൾക്ക് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ നമ്പർ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ല ഈ ഒരു 1 month ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ ആ ഒരു ക്ലാസ് പങ്കെടുത്തതിന് ശേഷം. ഇപ്പം തന്നെ ഞാനിവിടെ
സ്ക്രീൻഷോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ക്ലാസ് പങ്കെടുത്തിട്ട് ആളുകൾ വന്ന് അവർ എഴുതിയ വാക്കുകളാണ് ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ടായിട്ട് വീഡിയോയുടെ അവസാനം കൊടുക്കണേ. അതുകൂടാതെ ഒരു വോയിസ് ആയിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഈ ക്ലാസ്സിൽ വന്നിട്ട്, അത് ഹെൽത്ത് ആവാം, കരിയർ ആവാം, പണം, പല ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എമൗണ്ടൊക്കെ അവരുടെ ലൈഫിൽ റിട്രീവ് ചെയ്യാൻ പറ്റി, പ്രൊമോഷൻ എടുക്കാൻ പറ്റി. എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ദീപ എന്ന് പറഞ്ഞൊരു മാം നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു നമ്മളുടെ ഒരു ഇത് വീഡിയോ കണ്ടിട്ടാണ് വന്നെ യൂട്യൂബിൽ നിന്ന്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രക്കാണ്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ അടച്ചത് വേറൊരു അക്കൗണ്ടിൽ പോയി. അപ്പോൾ ഭയങ്കര സങ്കടമായി, ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല, പൈസ അടച്ചു, ആ പൈസ വന്നിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു. പക്ഷെ നമ്മുടെ അക്കൗണ്ടിലല്ല പൈസ വന്നേക്കുന്നത്, വേറൊരു അക്കൗണ്ടിലാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും. പക്ഷെ അവരെന്നാലും രണ്ടാമതൊരു പേ ചെയ്തു. എന്നിട്ട് ഈ നമ്പർ വിളിച്ചപ്പോൾ അയാൾ ആദ്യം കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ആ പ്രാക്ടീസസ് പറഞ്ഞ ചെയ്ത് ഒരു 3-4-5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അയാൾ ആ കാശ് പുള്ളിക്ക് കൊടുത്തു. അപ്പൊ അവിടുന്ന് തൊട്ട് ഇപ്പോൾ നമ്മളുടെ സിൽവർ മെമ്പർ ആണ്. അത് നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പാണ്. മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എമറാൾഡ് മെമ്പർഷിപ്പ് ഉണ്ട്, സിൽവർ മെമ്പർഷിപ്പ് ഉണ്ട്, ഡയമണ്ട് മെമ്പർഷിപ്പാണ്. ഷീജ മാമിന്റെ ഒരു മെന്ററായിട്ടൊക്കെ കിട്ടാൻ 5 ഇയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് നമ്മളുടെ സിസ്റ്റത്തിൽ നിൽക്കാനൊക്കെ പല മെമ്പേഴ്സും ഉണ്ട്. അപ്പം അങ്ങനെ ഏതൊരാളും ഈ ഒരു എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു ജേർണിയിൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു 1 month ഒക്കെ വരാം, നിങ്ങൾക്ക് അലൈൻ ചെയ്യുന്നു മാമിനെ ഈ ഒരു പ്രോസസ്സിൽ ഒരു കോച്ചായിട്ട് വിശ്വസിക്കാനൊക്കെ നിങ്ങൾക്ക് അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ലൈഫ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ലൈഫ് കോച്ച് വേണം. കാരണം എന്താണെന്നറിയാമോ, അവനവൻ്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ ജഡ്ജ് ചെയ്യാത്ത ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പം നിങ്ങളുടെ ഒരു ലൈഫ് കോച്ചായിട്ട് എൻ്റെ ഒരു സേവനം വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും 1 month പ്രോഗ്രാമിൽ വരാം, ഞാനുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് നമുക്ക് അതുകൂടാതെ കൗൺസിലിങ്ങിന് വേണ്ടി ടീം ഓഫ് എക്സ്പേർട്സ് ഉണ്ട്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് മെന്റർഷിപ്പ് 10 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള അതിപ്പോൾ ജൂണിലെ ബാച്ച് ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്, സ്റ്റുഡൻറ് മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ ഇതിലൊക്കെ വരുമ്പോഴുള്ള ഗുണം വെച്ചാൽ എങ്ങനെ ടോപ്പർ ആവാം, എങ്ങനെ അവരുടെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാം, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാം, അവരെങ്ങനെ സ്മാർട്ടായിട്ട് അവർക്ക് ടോപ്പർ ആവാം, ഇങ്ങനെ പല പല കാര്യങ്ങൾ, അവരുടെ ക്യാരക്ടർ എങ്ങനെ ബെറ്റർ ആവാം, എങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിട്ട് മാറാം. ഇതൊക്കെയാണ് ഏത് നമ്മളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത അറിയുമ്പോൾ, നമ്മുടെ ക്ലാസ്സിൽ 8 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫ്രെയിമിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആഗ്രഹങ്ങളും കൊണ്ടുവരാനും അത് റിയാലിറ്റി ആക്കാനുള്ള സപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ലൈക്ക് മൈൻഡഡ് കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നമ്പറിൽ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ കാര്യം മറക്കരുത്, അടുത്ത 48 hours നിങ്ങൾ ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും നിങ്ങൾ പുറത്ത് കാണിക്കുക. ആ 21 ക്വാളിറ്റീസ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഇപ്പോൾ 21 എഴുതാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, 10-15 എഴുതാം. എന്നാലും ട്രൈ ടു ടേക്ക് ഇറ്റ് ടു 21. അപ്പോൾ അതേ ഉള്ളൂ ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് അസൈൻമെന്റ് ഒക്കെ എഴുതിയ ആൾക്കാർ എന്തെങ്കിലും പറയാം, താഴെ നിങ്ങൾ എഴുതാം എങ്ങനെയുണ്ട് നിങ്ങളുടെ 11ാമത്തെ ദിവസം എത്തിയിട്ട്, ഹൗ ഡു യു ഫീൽ എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ചാലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു താങ്ക് യു, ഒരു അപ്രിസിയേഷൻ ഒക്കെ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്കാർ എത്ര തിരക്കുള്ള സ്ഥലം. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.